അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ അലിഹി വഅസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ അനുഗ്രഹീതമായ രാവുകളിൽ ധാരാളം നന്മകൾ ചെയ്ത് പ്രാർത്ഥനകളിൽ മുഴുകി ജീവിതത്തെ ധന്യമാക്കാൻ സർവശക്തൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ അതുപോലെയുള്ള അതിൽപ്പെട്ട ഒരു ചരിത്രമാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സൂറത്തുൽ ബഖറ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. 286 ആയത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഹിജ്റക്ക് ശേഷം അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറയുന്ന ആ സൂറത്തിൻ്റെ പേര് തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ പശു എന്നുള്ളതാണ്. ബക്കറത്തുൻ എന്നാൽ പശു എന്നാണല്ലോ അർത്ഥം. എന്തുകൊണ്ടാണ് ആ സൂറത്തിന് ബക്കറ, പശു എന്ന് പേര് വെക്കാനുള്ള കാരണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, വിശുദ്ധ ആ സൂറത്തിലെ 67-ാമത്തെ ആയത്ത് മുതൽ 72-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിലൊരു പശു ഉണ്ട്. ആ പശു അതിലുള്ളത് കൊണ്ട് ആ സൂറത്തിന് ആ വിഷയത്തെ ആ സൂറത്തിൽ അത് ചർച്ച ചെയ്തതുകൊണ്ട് ആ സൂറത്തിന് ബക്കറ എന്ന് പേര് കിട്ടി എന്നുള്ളതാണ് തഫ്സീറുകളിൽ നിന്ന് നമുക്ക് കാണുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് വർദ്ധിപ്പിക്കട്ടെ. അഥവാ ഈ ഒരു പശു ഉണ്ടാകുന്നത്, ഈ പശു ഈ കഥയിൽ വരുന്നത് എങ്ങനെയാണ്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കൊലപാതകത്തെ, ആ കൊലപാതകത്തിൻ്റെ കാതകനെ തെളിയുന്നതിൽ ഈ പശുവിനുള്ള ഒരു പങ്ക്, അതാണ് ഇവിടെ പ്രധാനം. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഏതാനും ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. കാരണം വിശാലമായി പറയാൻ പറ്റുന്ന ഒരു ചരിത്രമാണിത്. മണിക്കൂറുകളോളം എടുത്ത് വിശദീകരിക്കേണ്ടുന്ന ഒരു സംഭവമാണ്. നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് സംസാരിക്കാം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ധനാഢ്യനായ സമ്പന്നനായ ആമിൽ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. അയാളെ വധിച്ചിട്ട് അയാളുടെ മൃതശരീരം ആളുകൾ സഞ്ചരിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ടു. ഈ കൊലപാതകത്തിലെ കാതകനെ കണ്ടെത്താൻ അവർക്ക് വലിയ പ്രയാസമായി. അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് വിഷയം അവതരിപ്പിച്ചു. എല്ലാ അന്വേഷണങ്ങളും കൃത്യമായി അതിനൊന്നും പ്രതികൾ പിടിക്കപ്പെടാതെ വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ ആളുകൾ പറഞ്ഞു, ഈ കാതകൻ്റെ പിതൃവ്യ പുത്രന്മാരായ 2 ആളുകൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യത്തിലും മുമ്പിലുള്ളത്, അന്വേഷണത്തിൻ്റെ ഒക്കെ മുമ്പിലുള്ളത് അവർ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യൂ പ്രവാചകരെ, അള്ളാഹു തആല അതിനൊരു വകുപ്പുണ്ടാക്കുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞെന്താണെന്നറിയോ? ഒരു പശുവിനെ അവരോട് അറുക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് ആ പശുവിൻ്റെ ശരീരഭാഗങ്ങളിൽ ചിലത് ഈ മൃതശരീരത്തെ ഒന്ന് അടിക്കുക. അപ്പോൾ കാതകനെ കിട്ടും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. മൂസാ നബി അലൈഹി മൂസാ നബി അലൈഹി സ്വലാം ആളുകളോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഇദ് ഖാല മൂസാ ലിഖൗമി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലൂ വതത്തഖിദുനാ ഹുസുവ. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ അറുത്തോളൂ.
അന്നത്തെ കാലത്ത് ബനു ഇസ്രായേലിൽ നടന്ന സംഭവമാണ്. അവർ പറഞ്ഞു, പശുവിനെ അറുക്കാൻ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു: അതത്തഖിദുനാ ഹുസുവ, മൂസാനി ഞങ്ങളെ പരീക്ഷിക്കുകയാണോ? ഞങ്ങളെ പരീക്ഷിക്കാനാണോ? ഞങ്ങളെ പരിഹസിക്കാണോ? ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ, ഞാൻ അജ്ഞതരിൽ വിവരമില്ലാത്തവരിൽ പെട്ടുപോകലിന് ഞാൻ അള്ളാഹിനോട് കാവലിനെ തേടുകയാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ വിവരക്കേടല്ല പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതാ പറയുന്നത്, സത്യമാണ്, അത് കറക്റ്റാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ പശുവിനെ അറുക്കാൻ അവർ നിർബന്ധിതരായി. കാരണം അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച് കൊണ്ട് പശുവിനെ അറുക്കാൻ അവർ നിർബന്ധിതരായപ്പോൾ അവർ പിന്നീട് അത് അറുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. എങ്ങനെയെങ്കിലും അറുക്കാതിരിക്കാൻ നോക്കുകയാണ്. അതിനുവേണ്ടി അവർ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. قالوا ادع لنا ربك يبين لنا ما هي قال إنها بقرة لا فارض ولا بكر نوان بين ذلك فافعلوا ما تؤمرون. അവർ പറഞ്ഞു, മൂസ, എന്താണ് ഈ അറുക്കേണ്ട പശുവിൻ്റെ അടയാളങ്ങളൊന്ന് പറയൂ, അതിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ വണ്ണം എത്രയാണ് എന്നൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അതിൻ്റെ വലിപ്പം അതിന് വലിയ പ്രായമുള്ളതല്ല, എന്നാൽ ചെറുതല്ല, അതിൻ്റെ ഇടയിൽ ഒരു സമപ്രായമെത്തിയ ഒരു പശുവിനെയാണ് നിങ്ങൾ ഇറക്കേണ്ടത്. അള്ളാഹ് കൽപ്പിച്ച പോലെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഒരു സംശയമാണ്. പിന്നീട് അവരുടെ ചോദ്യം എന്താണ്? എന്താ മൂസ അതിൻ്റെ നിറം? ആ പശുവിൻ്റെ നിറം എന്താണെന്ന് അവരോട് ചോദ്യം. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇത് അറുക്കാതിരിക്കണം. എന്താണ് അതിൻ്റെ നിറം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ഇന്നഹു യഖൂലു, മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ വഹി കിട്ടിയതനുസരിച്ച് പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സ്വഫ്റാ ഫാകിഹുൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. അത് മഞ്ഞ പശുവാണ്, കാണുന്നവരൊക്കെ അത് സന്തോഷത്തോടെ നോക്കിപ്പോകും, അങ്ങനത്തെ ഒരു പശുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴും അവർക്ക് സംശയം തീർന്നില്ല. വീണ്ടും ചോദിച്ചു, ഖാല ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറത ശാബഅ അലൈനാ വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. വീണ്ടും അവരുടെ ചോദ്യം എന്താണ്? ഇങ്ങനത്തെ പശുവാണ്, അത് മേഞ്ഞ് തിന്ന് വളരുന്നതാണോ, അതല്ല പോറ്റി വളർത്തുന്ന പശുവാണോ, എങ്ങനെയൊക്കെയാണ് ആ പശുവിൻ്റെ അടയാളം എന്ന് പറഞ്ഞുതരൂ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൽ ആശിയത ഫീഹാ ഖാലു ലഅന ജിഅത ബിൽ ഹഖ് ഫസബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. എന്താണ് ആ പശുവിൻ്റെ അടയാളം? അത് കൃഷിക്ക് പറ്റണതല്ല, വെള്ളം കോരി ഒഴിക്കാൻ പറ്റിയതല്ല, അങ്ങനത്തെ പണിയെടുപ്പിച്ചതുമല്ല, അങ്ങനത്തെ പശുവല്ല, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട പശുവാണ്. അപ്പോൾ അവർ മതിയാക്കി, ഇനി ചോദിക്കണ്ട, ഇനി ചോദിച്ചാൽ ഇനിയും ഓരോ അടയാളങ്ങൾ വരും, അതൊക്കെ നമ്മൾ കണ്ടെത്തി വേണ്ടി വരും. അവർ പറഞ്ഞു, ഖാലുൽ ആന ജിഹ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് നീ ഞങ്ങൾക്ക് സത്യം കൊണ്ടുവന്നത്. അങ്ങനെ അവർ അറുക്കാൻ തീരുമാനിച്ചു. വമാ കാദൂ യഫഅലൂൻ, അവർക്ക് അറുക്കല്ലാതെ നിർവാഹമില്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെ വേണം? ഈ പറയുന്ന അടയാളങ്ങളൊക്കെയുള്ള ഒരു പശുവിനെ അറുക്കണം. ഇതവിടെ മേൽ നിർബന്ധമായി. കാരണം അവർ ചോദിച്ചു വാങ്ങിയതാണ്. നേരത്തെ അവരോടൊരു പശുവിനെ അറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ.
ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ ആ വിഷയം തീർന്നിരുന്നു. ഇപ്പം ഈ സ്വഭാവങ്ങളൊക്കെയുള്ള പശുവിനെ അറുക്കേണ്ടി വരുന്നു അവർ. അങ്ങനെ അവർ തെരഞ്ഞു നടന്നു പശുവിനെ. പക്ഷേ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പശുവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, എത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചപ്പോൾ ഒരു യുവാവിൻ്റെ അടുക്കൽ ഇങ്ങനത്തെ ഒരു പശു ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യുവാവിൻ്റെ അടുക്കൽ ചെന്നവർ. ആ യുവാവിൻ്റെ അടുക്കൽ അവർ ചെന്നു. എന്നിട്ട് ആ യുവാവിനോട് പറഞ്ഞു, പശുവിനെ ഞങ്ങൾക്ക് തരണം, വല്ലാതെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, പശുവിനെ ഞാൻ തരാം, പക്ഷേ എനിക്ക് എത്ര പ്രതിഫലം തരും? പ്രതിഫലം എന്താ? ഈ പശുവിനെ അറുത്തിട്ട് അതിൻ്റെ തോല് നിറയെ സ്വർണ്ണ നാണയങ്ങൾ തരണോ? എന്നാൽ തരാം. അന്നൊരു പശുവിന് 3 ദീനാറുള്ളൂ എന്നാണ് തഫ്സീറിൽ പറയുന്നത്. പശുവിനെ അറുത്തിട്ട് അതിൻ്റെ തോല് നിറയെ സ്വർണ്ണ നാണയം തരണം, എന്നാൽ തരാം. അവർക്ക് വാങ്ങല്ലാതെ നിർവാഹമില്ല. അവരുടെ മുമ്പിൽ വേറൊരു വഴിയും ഇല്ല. അങ്ങനെ യുവാവിൻ്റെ അടുക്കൽ നിന്ന് പശുവിനെ വാങ്ങാൻ അവർ തീരുമാനിച്ചു. ഈ യുവാവ് ആരാണ്? യുവാവിനെങ്ങനെ പശുവിനെ കിട്ടി എന്നുള്ളത് അതിൻ്റെ ഇടയിലൊന്ന് നമ്മൾ മനസ്സിലാക്കണേ. ഈ യുവാവിനെ പറ്റിയും ആ പശുവിനെ പറ്റിയും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പോയിൻ്റ് എവിടെയാണ്? വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്ന ഇവിടെയാണ്. യുവാവ് എൻ്റെ അടുക്കൽ എങ്ങനെ പശു കിട്ടി? യുവാവ് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് യുവാവും ആ യുവാവിൻ്റെ മാതാവും പിതാവും അവർ മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവർക്കൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു വരുമാനമായിട്ട്. അങ്ങനെ ഈ പിതാവിന് മരണമാസന്നമായ സമയത്ത് പിതാവ് മകൻ്റെ കാര്യം ആലോചിച്ചു. പഠിച്ചോനെ, ഞാൻ മരണപ്പെട്ടാൽ ഈ കുട്ടി അനാഥയാകുമോ? ഈ കുട്ടിക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട നല്ല മനുഷ്യനായ പിതാവ് എന്ത് ചെയ്തു? ഈ പശുക്കുട്ടിയെ ഒരു കാട്ടിൽ കൊണ്ടുപോയി അതിനെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മകൻ വലുതായിട്ട് അവനിക്ക് ഈ പശുവിനെ നീ തിരിച്ച് ഏൽപ്പിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ട് പശുവിനെ അങ്ങോട്ട് കയറൂരി കാട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ പശുക്കുട്ടി കാട്ടിൽ വളർന്നു. പിതാവിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊരു പോയിൻ്റാണ്, അതൊരു വളരെ പ്രധാനമാണ്. അങ്ങനെ ഈ പിതാവ് മരണപ്പെട്ടു, ഈ കുട്ടി വളർന്നു, ഈ പശുക്കുട്ടിയും കാട്ടിലിങ്ങനെ വളർന്നു. പശുക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ കാട്ടിൻ്റെ പുറത്ത് വന്ന് നോക്കും. അപ്പോൾ ആളുകളെ കാണുമ്പോൾ പശുക്കുട്ടി കാട്ടിലേക്ക് തന്നെ ഓടും. അങ്ങനെ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈ മാതാവ് ഈ യുവാവിൻ്റെ മാതാവ് പറഞ്ഞു, പൊന്നുമോനെ, നിൻ്റെ ഉപ്പ നിനക്ക് വേണ്ടി ഒരു പശുക്കുട്ടിയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതായത് അള്ളാഹിൻ്റെ അടുക്കൽ തവക്കുൽ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അത് നീ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ പശുക്കുട്ടിയെ നിനക്ക് കിട്ടും. അതിന് ചെയ്യേണ്ട ദുആയുടെ വചനം ഉമ്മ പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെയും രക്ഷിതാവായ അള്ളാഹുവേ, എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ഏൽപ്പിച്ച ആ പശുവിനെ എനിക്ക് തിരിച്ചു തരണേ എന്നാ കുട്ടി ആ കാടിൻ്റെ അടുക്കൽ ചെന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ആ കാട്ടിലേക്ക് നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് പടച്ചോനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെയും രക്ഷിതാവിനെ കൊണ്ട് എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥന സഫലീകരിക്കപ്പെടാൻ വേണ്ടി. 3 മഹാന്മാരാണല്ലോ, അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിലൊരിക്കലും ഒരു കുറവും ആരും കാണേണ്ടതില്ല. ആ കുട്ടി പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഒരു പശു കാട്ടിൽ നിന്ന് വന്നു. ഈ യുവാവിൻ്റെ അടുക്കൽ വന്നു. ഈ യുവാവ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ,
നല്ലൊരു യുവാവാണ്. ആ മനുഷ്യന് യുവാവിൻ്റെ ജീവിത ശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. തഫ്സീർ പറയുന്നുണ്ട്, ആ കുട്ടി രാത്രിയിൽ ആ കുട്ടി 3 ഭാഗമാക്കുന്നാണ്. ഒന്ന്, ആ കുട്ടി നിസ്കരിക്കാൻ വേണ്ടി ഒരു ഭാഗം ഉറങ്ങാൻ വേണ്ടി, ഒരു ഭാഗം ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ രാത്രി 3 ഭാഗമാക്കും ആ കുട്ടി. നല്ലൊരു കുട്ടിയാണ്. മാത്രമല്ല ആ കുട്ടി ജീവിച്ചിരുന്നത് തന്നെ വിറക് വെട്ടിയിട്ടാണ്. വിറക് വെട്ടിയിട്ട് കിട്ടുന്ന കൂലി 3 ഭാഗമാക്കും. ഒന്ന് ഒരു ഭാഗം തൻ്റെ ഭക്ഷണത്തിന്, ഒരു ഭാഗം സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഭാഗമോ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് കൊടുക്കും ഒരു ഭാഗം. ഇങ്ങനെ 3 ഭാഗമാക്കും കുട്ടി. ഇതിൻ്റെ പ്രതിഫലം. അങ്ങനത്തെ നല്ലൊരു മോനാണ്. ഉമ്മാനെ സ്നേഹിക്കുന്ന, ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നല്ലൊരു മോൻ. അങ്ങനത്തെ കുട്ടികൾ തന്നെ നല്ലവരാകുമല്ലോ. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ഉമ്മാമാരെ സ്നേഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ നീ ചെന്ന് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചപ്പോൾ ആ പശു വന്നു. ആ പശുവിന് പേര് പറയണത് മദ്ഹബത്ത് എന്നാണ്. സ്വർണം പൂശപ്പെട്ട ഒരു പശു, നല്ല സുന്ദരിയായ, കാണാൻ നല്ല മൊഞ്ചുള്ളൊരു പശു. ആ പശുവിൻ്റെ ആ ഒരു തിളക്കത്തെ പറയുന്നത്, അത് ആ നല്ല ആ പശുവിൻ്റെ ഒരു പുണ്യം, അല്ല അതിൻ്റെ ഒരു ഭംഗി എല്ലാം ആ ഉമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല പശുവായിരിക്കും. അങ്ങനെ ആ പശു വന്നപ്പോൾ ആ പശു കുട്ടിമ്മയോട് സംസാരിക്കുകയാണ്. അങ്ങനെ പശു കുട്ടിയെ കണ്ടപ്പോൾ തന്നെ പശു സംസാരിച്ചു കുട്ടിയോട്. മാഷാ അല്ലാഹ്, പശു സംസാരിക്കും. പശു സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ചരിത്രത്തിലുണ്ട്, ഹദീസിലുണ്ട്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അതൊക്കെ നടക്കും. ഒന്നും പ്രയാസമല്ല. പഠിച്ചോൻ അതിനൊന്നും പ്രയാസമല്ലല്ലോ. ഉമ്മാക്ക് ഗുണം ചെയ്യുന്ന യുവാവേ, നീ എൻ്റെ പുറത്ത് കയറിക്കോ യുവാവേ, അതായിരിക്കും യാത്രാ സൗകര്യം എന്ന് ഈ പശുവാണ് ഈ യുവാവിനോടാണ് പറഞ്ഞു. അങ്ങനെ യുവാവ് പറഞ്ഞു, എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. പശുവിനെ കൊണ്ടുവരാനാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്. പശുവിൻ്റെ പുറത്ത് കയറാൻ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പശു പറഞ്ഞു, നീ നല്ല കാര്യമാ പറഞ്ഞത്. നീ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അതാ പിന്നീട് ഒരിക്കലും നിനക്ക് സാധിക്കുമായിരുന്നില്ല. നീ ഉമ്മാനെ അനുസരിക്കുന്ന മോനല്ലേ. എന്നിട്ട് ആ പശു ഈ യുവാവിനോട് പറഞ്ഞു, യുവാവേ, നിന്റെ ഉമ്മാനെ സ്നേഹിക്കണ കൊണ്ട് പോകുന്ന വഴിയിൽ ഒരു മല കണ്ടു. ആ മലയെ നീങ്ങിപ്പോകാൻ വേണ്ടി നീ പറഞ്ഞാൽ പോലും മല നീങ്ങിപ്പോകും. കാരണം അത്രയും വലിയ ഒരു കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്. ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മല പോലും നീ പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരും. ഉമ്മാനെ സ്നേഹിച്ചാൽ അതാണ് എൻ്റെ പ്രതിഫലം. അള്ളാഹു നമുക്കൊക്കെ നമ്മൾ ഉമ്മാനെയും അപ്പാനെയും സ്നേഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ പശുവും മോൻ യുവാവ് നടന്നുപോയി. പശു അങ്ങനെ നടന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ ഉമ്മാൻ്റെ അടുക്കൽ എത്തി. ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ, നീ ഈ പശുവിനെ കൊണ്ടുപോയി വിൽക്കുക. കാരണം നിനക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ലല്ലോ, നീ കഷ്ടപ്പെട്ട് ജീവിക്കല്ലേ, വിറകെട്ടി ജീവിക്കല്ലേ, നീ വിറ്റോ ഈ പശുവിനെ. അങ്ങനെ ഈ പശുവിനെ വിൽക്കാൻ വേണ്ടി ഈ യുവാവ് ചന്തയിലേക്ക്, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഈ ഉമ്മായോട് ഈ കുട്ടി ചോദിക്കുകയാണ്, എത്ര രൂപക്കാണ് വിൽക്കേണ്ടത്? 3 ദീനാറിന് വിറ്റാൽ മതി. 3 ദീനാറ്. അതെൻ്റെ മാർക്കറ്റ്, അതാണ് 3 ദീനാറാണ്. പക്ഷേ കച്ചവടം ഉറപ്പിക്കും എന്നോട് ചോദിക്കണം, അമ്മാനോട് ചോദിക്കണം.
അതെ, അങ്ങനെ ഈ കുട്ടി ഈ പശുവുമായി അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഒരു മലക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി. നല്ലവരെ അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ പരീക്ഷിച്ചിരിക്കും അള്ളാഹു പല രൂപത്തിൽ. പിന്നീട് വിജയത്തിലെത്തുകയും ചെയ്യും. ആ പരീക്ഷണത്തിൽ വിജയിക്കണം. അങ്ങനെ ഈ കുട്ടിയുടെ കഴിവൊന്ന് വ്യക്തമാക്കണം. ഉമ്മാനോട് ഈ കുട്ടിക്ക് എത്ര സ്നേഹമുണ്ട്. കാരണം ചിലപ്പോൾ സമ്പത്ത് കിട്ടിയാൽ ഉമ്മാനോടുള്ള സ്നേഹമൊക്കെ മറക്കണവരുണ്ടാവും. അതും കൂടെ നോക്കാനാണ് ഈ കുട്ടിയുടെ അടുക്കൽ ഒരു മനുഷ്യരൂപത്തിലൊരു മലക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് തഫ്സീറിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. എല്ലാം ഈ പറയണൊക്കെ തഫ്സീറിൻ്റെ കിതാബിൽ വന്നതാ, വെറുതെ പറയുന്നതൊന്നുമല്ല. കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ അത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മലക്ക് ചോദിച്ചു, എത്ര വിലക്ക് വിൽക്കും എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു 3 ദീനാറിന് വിൽക്കും, പക്ഷെ എൻ്റെ ഉമ്മാനോട് ചോദിക്കണോ? അപ്പോൾ മലക്ക് പറഞ്ഞു, ഉമ്മാനോട് ചോദിക്കാതെ വിൽക്കുകയാണെങ്കിൽ 6 ദീനാറ് തരാം. സ്വാഭാവികമായിട്ടും ഇവിടെ മനുഷ്യന്മാർ കുടുങ്ങിപ്പോണ രംഗാണ്. കാരണം എന്താ, ഇവിടെ മനസ്സിലാക്കും, എന്നാൽ ഉമ്മ 3 ദീനാറല്ലേ പറഞ്ഞത്, ഉമ്മാക്ക് 3 ദീനാർ കൊടുത്താൽ മതിയല്ലോ, ബാക്കി 3 ദീനാർ തനിക്കെടുക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെങ്ങാനും അവിടെ 6 ദീനാറിന് വിറ്റിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടുമായിരുന്നു. അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. നല്ലൊരു പരീക്ഷണത്തിൽ വിജയിക്കും. അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. അങ്ങനെ അപ്പോൾ ഇക്കൂടെ ഉമ്മാനോട് ചോദിച്ചു നോക്കുകയായിരുന്നു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ 6 ദീനാർ വിൽക്കട്ടെ? അതെ, വിറ്റോളൂ, പക്ഷേ വിൽക്കുമ്പോൾ എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞു. കച്ചവടം ഉറപ്പിക്കുമ്പോൾ എന്നോട് പറയണം. വീണ്ടും ചെന്നു അങ്ങാടിയിൽ. അപ്പോഴും ഈ മലക്ക് അവിടെ ഉണ്ട്. മലക്ക് ചോദിച്ചു, എത്ര വിലക്ക് വിൽക്കും? അപ്പോൾ കുട്ടി പറഞ്ഞു 6 ദീനാറിന് വിൽക്കാം, പക്ഷേ കച്ചവടം ഉറപ്പിക്കുമ്പോൾ എൻ്റെ അമ്മാനോട് പറയണം. ആ മലക്ക് പറഞ്ഞു 12 ദീനാർ തരാം. പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടം. 12 ദീനാർ തരാം, ഉമ്മാനോട് ചോദിക്കണില്ലെങ്കിൽ. ഉമ്മാനോട് ചോദിക്കാതെ വിൽക്കുകയാണെങ്കിൽ 12 ദീനാർ തരാം. പറ്റൂല, എൻ്റെ ഉമ്മാനോട് ചോദിക്കണം എനിക്ക്. എൻ്റെ ഉമ്മാനോട് ചോദിക്കാതെ നിങ്ങൾ ഈ പശുവിൻ്റെ അത്ര സ്വർണം തന്നാലും ഞാൻ വിൽക്കൂല. കാരണം എനിക്ക് എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ടേ ഞാൻ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഈ വിവരം കുട്ടി വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, നിന്നെ പരീക്ഷിക്കുകയാണ്, നീ പരീക്ഷണത്തിന് വിധേയമാവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നുമോനെ, നീ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കി, ഇനി ഞാൻ ഇതിൽ വിൽക്കണോ വേണ്ടേ എന്ന് ചോദിച്ചു നോക്ക്. വിൽക്കണോ വേണ്ടേ? ഉമ്മ പറഞ്ഞ പോലെ കുട്ടി ചോദിച്ചു, ഇനി വിൽക്കണോ വേണ്ടേ? അപ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഇപ്പോൾ വിൽക്കണ്ട. ബനു ഇസ്രായേലിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ഘാതകനെ തേടിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നിർദ്ദേശപ്രകാരം അതാ ഒരു പശുവിനെ അറുക്കണമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ വന്നിട്ട് ഇത് വാങ്ങും, അപ്പോൾ വിറ്റാൽ മതി, അപ്പോൾ ഇതിന് നല്ല വിലക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടായി. അല്ലാഹു തആല ഒരു കൊലപാതകം തെളിയാൻ വേണ്ടിയിട്ട് പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പല വിശേഷണങ്ങളും ചോദിച്ചറിഞ്ഞു. ഒരാവശ്യമില്ലാതെ അവർ ബനീ ഇസ്രായേലുകൾ. അപ്പോൾ ചോദിച്ചപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വഫ്അലൂമാ തുമറൂൻ, നിങ്ങൾ അള്ളാഹു കൽപ്പിച്ച പോലെ ചെയ്തോളി എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. ഒരു പശുവിനെ അറുക്കാനല്ലേ പറഞ്ഞാൽ അത് അറുത്താൽ പോരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതി, എന്നാൽ വിഷയം തീർന്നിരുന്നു. പിന്നെയും ചോദിച്ചപ്പോൾ അത് ഓരോ അടയാളം പറഞ്ഞ് അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ അനാവശ്യ ചോദ്യങ്ങളും ഒരിക്കലും അതിൽ നന്മല്ല എന്ന് മനസ്സിലാക്കുക. പ്രവാചകന്മാരും അള്ളാഹു എന്തു പറഞ്ഞോ അത് നമ്മൾ അനുസരിക്കുക.
നമ്മളെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആലോചിച്ചിട്ട് ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളെ ബുദ്ധിയല്ല അത് നമ്മുടെ ബുദ്ധി പഠിച്ചത് പടച്ചോനാണ്. ആ പടച്ചോൻ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളോടാണ് ഈ പറയണത്, മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല. ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടതാണ്. അള്ളാഹു എന്ത് കൽപ്പിച്ചോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുക. നമുക്കതാണ് ചെയ്യേണ്ടത്. നമ്മളെ ഒരു ഐഡിയ യുക്തി ഒന്ന് ആലോചിച്ച് ദീനിൻ്റെ കാര്യത്തിൽ മാറ്റിമറിക്കേണ്ടവരല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്കൊരു പശുവിനോടുള്ളൊരു അടങ്ങാത്തൊരു ആഗ്രഹം, ഒരു ബഹുമാനം, ഒരു പശുവാരാധനയുമായിട്ടൊരു ബന്ധം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതിനെ മുഴുവനായിട്ടും ഇല്ലാതെയാക്കുക. അവരെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമാക്കുക. ഇതും ഈ പശുവിനെ അറുക്കാൻ പറഞ്ഞതിലൂടെ ഉള്ള ഒരു ലക്ഷ്യമാണ്. കാരണം സാമിരുണ്ടാക്കിയ ഒരു പശുവിൻ്റെ കഥ ഖുർആനിൽ വേറെ പറയുന്നുണ്ടല്ലോ. അതും ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ബനൂ ഇസ്രായേലുകളുടെ അവർ ചെയ്തൊരു കുറ്റാണ്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ സാമിരുണ്ടാക്കിയ ഒരു പശുക്കുട്ടിനെ ആരാധിച്ചല്ലോ ഇവർ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പശുവിനെ ഈ യുവാവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങി ഈ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾ മൂസാ നബി അവരുടെ യുവാവിൻ്റെ അടുക്കൽ അവർ വന്നു. യുവാവിനോട് വില ചോദിച്ചു. യുവാവ് വില പറഞ്ഞു. ഈ പശുവിനെ അറുത്തിട്ട് അതിൽ ആ തോല് നിറച്ച് സ്വർണം തരണം, നാണയം തരണം, എന്നാ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ പശുവിനെ വാങ്ങി പശുവിനെ അറുത്തു. അവർ അറുത്തപ്പോഴോ അപ്പോഴാണ് കാര്യം വ്യക്തമായത്. പശുവിൻ്റെ നാവോ അല്ലെങ്കിൽ അതിൻ്റെ വാൽക്കുറ്റിയോ കൊണ്ട് അടിക്കണം എന്നാ ഈ മൃതദേഹത്തെ അടിക്കണം എന്നാ പറഞ്ഞത്. അതാ ഈ ശവത്തിനങ്ങോട്ട് ആ അറുക്കപ്പെട്ട പശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് മയ്യത്തിന് അടി കൊടുത്തപ്പോൾ മയ്യത്ത് എഴുന്നേറ്റ് നിന്നു. മയ്യത്ത് സംസാരിച്ചു. എന്നെ വധിച്ചതെൻ്റെ പിതൃ സഹോദര പുത്രന്മാരാണ്. എൻ്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കാൻ വേണ്ടി അവർ ഒപ്പിച്ച ഒരു പാഴ്വേലയായിരുന്നു ഇത്. അതും പറഞ്ഞ് അയാൾ വീണ്ടും മയ്യച്ചായി. അയാളുടെ അനന്തര സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ കൊന്നത്. എന്നിട്ട് അവർ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഈ പ്രതിയെ അന്വേഷിക്കാനും പ്രതിക്കെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടതും. നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഈ കൊലപാതകം ചെയ്ത ആൾക്ക് അനന്തരസ്വത്ത് കിട്ടൂല എന്നുള്ള നിയമം ഇത് മുതൽ നടപ്പായി എന്നും ഇവിടെ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ മകൻ ബാപ്പാനെ കൊന്നാൽ ബാപ്പാൻ്റെ അനന്തരസ്വത്ത് മകന് കിട്ടൂല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. നിങ്ങൾ എങ്ങനെയെങ്കിലും കൊലപാതകം നടത്തുക, എന്നിട്ട് മറ്റുള്ള പേരുടെ പേരിൽ അത് ചുമത്തുക. അതൊക്കെ അള്ളാഹു നിങ്ങൾ മറച്ചു വെച്ചത് അള്ളാഹ് പുറത്ത് കൊണ്ടുവരും. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. നിങ്ങൾ മറച്ചു വെച്ചത് അള്ളാഹു പുറത്ത് കൊണ്ടുവരും. ഖുർആൻ പറയാം, ഫകുല്ല ദിരിബൂഹു ബിബഅ്ളിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഖിലൂൻ. ചിലത് അടിച്ചപ്പോൾ അടിക്കാൻ നമ്മൾ പറഞ്ഞു. അതായത് ആ പശുവിൻ്റെ ചില
ശരീരഭാഗങ്ങൾ, നാവോ അതല്ല അതിൻ്റെ വാൽക്കുറ്റിയാണെന്നൊക്കെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് ആ മയ്യത്തിനെ അടിച്ചപ്പോൾ അതാണ് അടിക്കാൻ വേണ്ടി ഇവിടെ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞത്. ഇതുപോലെ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും, അതും ഒരു ദൃഷ്ടാന്തമാണ്. മരിച്ചവരെ ജീവിപ്പിക്കാനും അവർക്ക് പറയാനും അവർക്ക് ദുന്യാവിൽ ചെയ്തതൊക്കെ പറയാനുള്ള കഴിവ് അള്ളാഹു താല കൊടുക്കും. വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ. ഇതാണ് ഇങ്ങനെയാണ് ആ പശുവിൻ്റെ കഥ ഉണ്ടായത്. ആ പശുവിനെ അറുത്തിട്ട് അതിൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഈ മൃതശരീരത്തെ ആ വധിക്കപ്പെട്ട ധനാഢ്യനായ ആ മുതലാളിയായ ആമിൽ എന്ന് പറയുന്ന ആ സമ്പന്നൻ്റെ ശരീരത്ത് അങ്ങോട്ട് അടിച്ചപ്പോൾ ആ ശരീരം അതിന് ജീവനുണ്ടായി, അത് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഈ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുകൊണ്ട് ആ സൂറത്തിന് അൽ ബഖറ, സൂറത്തുൽ ബഖറ എന്ന് പേര് കിട്ടി എന്നുള്ളതാണ് നമ്മളെ വിഷയം. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിനെ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.